ഫിരിയോസ എ മാഡ് മാക്സ് സാഗ. ഒരു അടിപൊളി മൂവിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈസ് പ്രസന്റേഷൻ തന്നെയാണ്. ഈ ഒരു മൂവി ഞാൻ കണ്ടത് ഐമാക്സിലാണ്. ആൻഡ് ആ ഒരു എൻറ്റയർ മൂവി ആ ഒരു ഐമാക്സ് കണ്ടപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു മൂവി എന്ന് പറയുന്നത് നമ്മളെ മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രീക്വൽ ആയിട്ട് വരുന്ന മൂവിയാണ്. ആൻഡ് മാഡ് മാക്സ് ഫ്യൂറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു എപ്പിക് ആക്ഷൻ മൂവി എന്നാണെങ്കിൽ പറയാം. അമ്മാതിരി ലെവലിൽ നിൽക്കുന്ന ഒരു പടമാണ്. സോ ആ ഒരു മൂവിയുടെ ഒരു പ്രീക്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് കാണും ഏത് ലെവലായിരിക്കും ഈ ഒരു മൂവി എന്നുള്ള കാര്യം. ഇപ്പൊ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടായിരുന്നു, അമ്മാതിരി കിടിലൻ ട്രെയിലർ ആയിരുന്നു. സോ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മാഡ് മാക്സ് ഫ്യൂറിനേക്കാളും വേറെ ലെവലിൽ നിൽക്കുന്ന മൂവി ആയിരിക്കുന്നു. പക്ഷെ മൂവി കണ്ടു നോക്കിയപ്പോൾ നമ്മൾ മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ എന്താണോ കണ്ട അല്ലെങ്കിൽ എന്താണോ എക്സ്പീരിയൻസ് ചെയ്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിനെ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മൂവിയിൽ മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ക്യാരക്ടർ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ വേൾഡ് ബിൽഡ്, ആ ഒരു ഗ്രീൻ ലാൻഡ്, വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഫാം, സിറ്റഡൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ആ ഒരു വേൾഡ് ബിൽഡ് ആയാലും അവിടുത്തെ പ്ലേസസും അവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ഡീറ്റെയിൽസും അവരുടെ ക്യാരക്ടർ പ്രസന്റേഷനും അവരെങ്ങനെയാണ് എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ മാഡ് മാക്സ് ഫ്യൂറിയിൽ കണ്ട പല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ നമ്മൾ കേട്ടുപോയ പല ഏരിയാസിനെയും കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ മാഡ് മാക്സിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് വ്യൂ കിട്ടും. ആൻഡ് ഈ ഒരു സിനിമയിൽ മെയിൻലി സംസാരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഫിരിയോസിനെ കുറിച്ചാണ്. നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ കണ്ട ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറിന്റെ ഒറിജിനും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഗ്രീൻലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വേസ്റ്റ് ലാൻഡിൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ട്രാപ്പായി എന്നൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ജേണി, എവിടെ നിന്ന് വന്നു, എന്താണ് സംഭവിച്ചത്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മാഡ് മാക്സ് ഫ്യൂറിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു വാറും ആ ഒരു ഫൈറ്റും അല്ലെങ്കിൽ ആ ഫുൾ ആക്ഷൻ സീക്വൻസ് അങ്ങനെ ഒന്നുമല്ല മൂവി. ഈ ഒരു മൂവിയിൽ എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആകെ കുറച്ച് വിരലെണ്ണാവുന്ന രീതിയിലാണ് ഇതിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നത്. സോ അതും അടിപൊളിയായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അല്ല ചുമ്മാ ഒരു ചെറിയ സീക്വൻസ് ആയിട്ടൊന്നല്ല, വരുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാഡ് മാക്സ് ഫ്യൂറിയിൽ കാണുന്ന പോലെ എൻ്റയർലി ഒരു ഫുള്ളി ആക്ഷൻ മോഡ് സിനിമയൊന്നും അല്ല ഇതെന്ന് പറയുന്നത്. ആകെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ളത് പക്ഷെ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എടുത്തു പറയാൻ പറ്റിയ ഒരു 2-3 ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ട് ഉള്ള കാര്യം അടിപൊളിയായിട്ട് തന്നെ ഈ മൂവിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്, ഒരുപാട് വേൾഡ് ബിൽഡ് കേൾക്കുന്നുണ്ട്. സോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് ഒരു സിനിമ സംസാരിച്ച് പോകുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എവിടെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഇത് എവിടെ ഉള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ അണ്ടറിലാണ്, ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു മൂവി ഫിരിയോസിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പേസിലല്ല ഈ ഒരു മൂവി പോകുന്ന, ഒരു സ്ലോ പീസിലാണ് മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നും പറഞ്ഞ് ബോറോ ലാഗ് അടിപ്പിക്കുന്ന സീക്വൻസ് ഒന്നുമില്ല. എൻ്റെ മൂവി അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനും ക്യാരക്ടർ പ്രസന്റേഷനും അല്ലെങ്കിൽ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു മാഡ് മാക്സ് ഫ്യൂറി റോഡ് പ്രതീക്ഷ അല്ലെങ്കിൽ ആ ലെവലിലായിരിക്കും ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ ആ ലെവലിലായിരിക്കും ഈ ഒരു മൂവി എന്ന് പ്രതീക്ഷ ഒരിക്കലും പോകരുത്. കാരണം ഈ ഒരു മൂവി എൻ്റയർലി ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്താണ് പ്രതീക്ഷ പോകണം ആ ഒരു ഐറ്റം ഈ ഒരു മൂവിയിൽ കിട്ടാൻ പോകുന്നേ ഇല്ല. അത് പ്രതീക്ഷയാണ് പോണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിന്റ് ആയിരിക്കും മൂവി. അതല്ല ആ ഒരു മൂവിയിൽ പറഞ്ഞു വന്ന ക്യാരക്ടേഴ്സ് ആയാലും ആ വേൾഡ് ബിൽഡ് ആയാലും അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നടന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് എത്തിപ്പെട്ട, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി എന്ന് പറയുന്നത്. മാഡ് മാക്സ് ഫ്യൂറി റോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൂവിയിൽ ആ ലെവൽ ഓഫ് ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്യുന്ന ആക്ഷൻ സീക്വൻസും ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ഇൻട്രോ വരുന്നുണ്ട്. അതായത് ഫിരിയോസയുടെ അമ്മയും തമ്മിലുള്ള ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഒരു സ്നൈപ്പർ ഷോട്ടും ഒരു ഡെസേർട്ടിലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കിടിലം എന്നൊക്കെ പറഞ്ഞാൽ കിടിലം. ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു അടിപൊളി സീക്വൻസ് ആയിട്ടാണ്. സോ വന്നു പോകുന്ന സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ക്രിസ് ഹെംസ്വർത്ത് ഒരു അഡാറ് വില്ലനായിരുന്നു, കിടിലായിരുന്നു. പുള്ളിക്കാരൻ വേറെ ലെവലായിരുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു എൻ സീക്വൻസിൽ ഒരു നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറിയോട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ക്യാരക്ടറും ആൻഡ് പുള്ളിക്കാരന്റെ ക്യാരക്ടർ പ്രസന്റേഷനും അടിപൊളിയായിരുന്നു, കിടിലുമായിരുന്നു. ആൻഡ് നമ്മളെ ഫിരിയോസ് ആന്യ ട്രെയിലർ പുള്ളിക്കാരും അടിപൊളിയായിരുന്നു. നമ്മളെ വാറിഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻലി എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ വരുന്ന ചാപ്റ്റർ വൈസ് ആണ്. ആ ഒരു മൂവി ശരിക്കും ആ ഒരു മൂടെ കണ്ടന്റും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ശരിക്കുള്ള കോൺസെപ്റ്റ് നമ്മൾ എത്തുന്ന ഒരു ചാപ്റ്റർ 3 ചാപ്റ്റർ 4 ആ ഒരു 1 and 2 എന്നൊക്കെ പറയുന്നത് നമ്മളെ ആ ഒരു വേൾഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആരാണ്, എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, വേൾഡ് ബിൽഡ് എന്താണ്, ഇത് എവിടെയാണ്, ആരുടെ അണ്ടറിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നീട് ഈ ചാപ്റ്റർ 3, 4, 5 അങ്ങോട്ട് ഓരോ കാര്യങ്ങളും വളരെ നൈസ് ആയിട്ട് തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. ശരിക്കും ആ ഒരു ചാപ്റ്റർ 5 ആണ് ആ ഒരു വെഞ്ചൻസോ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ശരിക്കും ആ ഒരു കോൺസെപ്റ്റും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാഡ് മാക്സ് ഫ്യൂറിയായിട്ടൊക്കെ കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സോ അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ എടുത്ത് പറയാം, ഒരിക്കലും മാഡ് മാക്സ് ഫ്യൂറിനെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് ആക്ഷൻ സീക്വൻസ് ആണ്, ആ ലെവൽ ഓഫ് ആക്ഷൻ മൂവി ആണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അതേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഒരിക്കലും ഈ ഒരു മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ ആ ഒരു മൂവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഡ് മാക്സ് ഫ്യൂറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ ഓറിയന്റഡ് മൂവിയാണ്. ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ക്യാരക്ടേഴ്സും വേൾഡ് ബിൽഡ് ഒക്കെയാണ്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മൂവിയായിട്ട് ഒരു എൻ സീക്വൻസിൽ വരുമ്പോൾ നമ്മൾ ആ 2 ക്യാരക്ടേഴ്സ്
നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓക്കെ ഈ ഒരു മൂവി ഇങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ആ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടല്ല മൂവി എൻഡ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ POV അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് എന്തായിരിക്കും ഇപ്പം. സോ അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൂവിയുടെ എൻഡിങ്ങും അല്ലെങ്കിൽ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെയും പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻസ് വെക്കാതെ മൂവി കണ്ടു നോക്കുക. അപ്പോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും കമ്പയർ ചെയ്ത് മാഡ് മാക്സ് ഫ്യൂറി എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദ എപ്പിക് ആണ്. അത് വേറെ ലെവലിൽ ടോപ്പിൽ നിൽക്കുന്ന പടമാണ്. സോ അതിനെ വെച്ചിട്ട് ഈ മൂവിയുടെ ആക്ഷൻ സീക്വൻസിനും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും ഒരിക്കലും കമ്പയർ ചെയ്ത് 7 അയലത്ത് വരത്തില്ല. അത് ഞാൻ എടുത്തു പറയാം. സോ എന്തായാലും കണ്ടു നോക്കും. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.